തിരുവനന്തപുരം PMG ലോ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 19 സെൻറ്റിൽ 2 വീടുകൾ അടങ്ങുന്ന പ്രോപ്പർട്ടിയാണ്. 2 വീടെന്ന് പറഞ്ഞാൽ 2 വീടിനും നമുക്ക് ഇതുപോലുള്ള റോഡ് ഫ്രണ്ടേജ് തന്നെയുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ഈ ഒരു വീതിയുള്ള റോഡാണ്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്കിതിൻ്റെ പിൻവശത്തായിട്ട് അടുത്തൊരു വീടുണ്ട്. ഇത് രണ്ടും ഇപ്പം നിലവിൽ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ വീടിന് മറുവശത്തും നമുക്ക് ഇതേ കണക്ക് വീതിയുള്ള റോഡുണ്ട്. അത് ഞാൻ പിൻവശത്തേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. PMGയിൽ നിന്ന് വരുമ്പോൾ ലോ കോളേജ് ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്ന വഴി അങ്ങനെ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ലോ കോളേജിലേക്കുള്ള ഗേറ്റ് കാണാം. അത് കഴിഞ്ഞ് വീണ്ടും ആ റോഡ് അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ അതിൻ്റെ റോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. അവിടെ നിന്ന് ഒരു 100 മീറ്ററിനകത്തൊക്കെ വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ലേ ലൂമിയർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണാം. അത് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടേജായി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആർച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീടിൻ്റെ ഫ്രണ്ടേജായി. അങ്ങനെ 2 വീടിനും നമുക്കിതാ ഇതുപോലെ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ആൻഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാം. ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഗേറ്റാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ്. ലേ ലൂമിയറിൻ്റെ അടുത്തൂടെയുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലത്തെ വീടിന് ഫ്രണ്ടേജും കിട്ടും. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ 19 സെൻറ്റിലൊരു വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് എത്രത്തോളാണെന്ന് ഗസ് ചെയ്യാൻ സാധിക്കും. ഇത് 2007 പണിയെഴുപ്പിച്ചിട്ടുള്ള വീടാണ്. എന്നിരുന്നാലും പുത്തൻ കണ്ടീഷനിലാണുള്ളത്. കാരണം ഇതിൻ്റെ ഉടമയൊക്കെ വന്നിട്ട് പുറത്തായിരുന്നു, അവർ സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണുള്ളത്. ഇവർ വല്ലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് മാത്രം വന്ന് താമസിക്കുന്ന രീതിയിലാണ് വീടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും പുത്തൻ കണ്ടീഷനിൽ തന്നെയുണ്ട്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീട്. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് താമസത്തിനടുത്ത് പിൻവശത്തുള്ള വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോസ്റ്റലായിട്ട് തന്നെ മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു സാധ്യത എന്താണെന്നുള്ളത് വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉടമ അദ്ദേഹം വന്നിട്ട് ഫുള്ളി ഓർഫനേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീട് താമസിച്ച് പിൻവശത്തുള്ള വീട്ടിൽ ഒരു ഓർഫനേജ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ആ വീടും കൂടെ പണി കഴിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പിന്നീട് അതിലേക്ക് ഈ ആൾക്കാരെ കൊണ്ടൊന്ന് താമസിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഓർഫനേജ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ നടന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലും ആരും താമസിച്ചിട്ടില്ല. അതും നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള കണ്ടീഷനിലാണ് കിടപ്പുള്ളത്. നമുക്കിത് ഈ രീതിയിലാണ് മുൻവശം വരുന്നത്. നമുക്കിതുപോലെ 2 വീടുകളാണുള്ളത് കേട്ടോ. ഇതൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വരുന്ന വീടും ബാക്കിലത്തെ വരുന്നത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലേക്ക് വരുന്ന വലിയൊരു വീടുമാണ്. ഇതിന് ഇതുപോലെ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് 2-3 വണ്ടികൾ ഇതിനകത്ത് കയറ്റി ഈ പാർക്കിംഗ് സ്പേസിൽ തന്നെ നിർത്താവുന്ന രീതിയിൽ വലിയ പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. ബാക്ക് ടു ബാക്കായിട്ട് 2 വണ്ടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഗാർഡനിങ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. പക്ഷേ നമുക്ക് 2 വീടിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ താക്കോല് സ്വിറ്റ്സർലാൻഡിലാണ്. അവരടുത്ത മാസം വരുമ്പോഴത്തേക്കും കൊണ്ടുവരും. ഇപ്പം നമുക്കിവിടെ ബന്ധുക്കളാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പിൻവശത്തൂടെയാണ് ഇപ്പോൾ എൻട്രൻസ് കയറി കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ അതുവഴി കൊണ്ടുവന്ന് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ 2 വീടുകളും തമ്മിൽ നല്ല ക്ലിയർ സെപ്പറേഷൻ ഉണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വീട് മാത്രം മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഔട്ട് ഹൗസ് കണക്കുണ്ട്. അതിനെ മാറ്റിയിട്ട് ഇവിടെ നമുക്കൊരു മതിൽ കെട്ടി കഴിഞ്ഞാൽ ഇത് 2 സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 9.5 സെൻറ്റ് വീതമുള്ള 2 പ്രോപ്പർട്ടി ആയിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. കാരണം ഈ പ്രോപ്പർട്ടിക്കും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് ആ സൈഡിൽ കാണാനും സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ഈ വീടിൻ്റെ പിൻവശവും ഈ വീടിൻ്റെ പിൻവശവുമായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ 2ൻ്റെ ഫ്രണ്ട് വന്നിട്ട് 2 റോഡുകളെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു പോണ്ടൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവഴി കയറി ഈ വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഡോർ വരുന്ന ഇതാണ്. ആ ഡോർ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇതുപോലെ വലിയൊരു കോമൺ സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഒരു ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരും. കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണുള്ളത്. നമുക്ക് അടുത്ത വീട്ടിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഇതവർക്ക് 2 പേർക്ക് താമസിക്കാൻ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ്, ഇതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും പാത്രങ്ങളായാലും സ്പൂൺസ് ആയാലും ഫ്രിഡ്ജായാലും TV ആയാലും എല്ലാ സാധനവും ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് വില പറയാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് ഒരു സാധനം അവർ മാറ്റത്തില്ല കേട്ടോ. കാരണം അവർക്ക് ഇതൊന്നും എടുത്തിട്ട് പോകാനായിട്ട് ഇനി അങ്ങ് സ്വിറ്റ്സർലാൻഡിലൊന്നും കൊണ്ടുവരാൻ നടക്കത്തില്ല. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇതുപോലൊരു പാറ്റിയോയിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഗാർഡനിലേക്ക് ഇറങ്ങാം. അപ്പോൾ ആ ഗാർഡൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ സാധിക്കും.
നമ്മുടെ ഈ ഒരു വീടിന് 3 ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൽ നമുക്ക് ഈ ഒരു റൂം ഡോറ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇവിടെ ഉള്ളവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ബാത്റൂം ആക്കാം. അല്ലാണ്ട് ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കണക്കാവും കേട്ടോ. വലിയ ബാത്റൂം സ്പേസ് ആണ്. ബാത്റൂമിനകത്ത് വെച്ചിരിക്കുന്ന ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെയാണ്. സാനിറ്ററി വെയർസ് ആയാലും ബാത്റൂം ഫിറ്റിങ്സ് ആയാലും എല്ലാം തന്നെ നീറ്റ് കണ്ടീഷനിലാണുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ്. വളരെ വലിയ റൂമാണ്. ഇതിനകത്ത് കട്ടിലെല്ലാം ഓൾറെഡി ഉണ്ട്. കട്ടിൽ ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കബോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാ റൂമുകളിലും AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും നമുക്ക് ഇത് കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പിന്നെ ഒരു ബാൽക്കണി എൻട്രൻസ് ആണ് വരുന്നത്. ഈ കാണുന്നത് പോലെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മുൻവശത്ത് നിന്നുള്ള വ്യൂ കേട്ടോ. പ്രീമിയം എന്ന് പറഞ്ഞാൽ അത്രയും കട്ട പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ കേട്ടോ. അതും ഈ ഒരു നമ്മളൊന്ന് പറയാൻ പോകുന്ന പ്രൈസാണ് ഹൈലൈറ്റ്. സാധാരണഗതിയിൽ ഇവിടെ ഒരു 10 സെൻറ്റും വീട് വാങ്ങുന്ന പൈസയേ ഉള്ളൂ. 19 സെൻറ്റിൽ 2 വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് 2 ബെഡ്റൂംസ് കാണാം. 2 വലിയ റൂമുകളാണ്. പക്ഷെ നമുക്ക് ബാത്റൂം വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം വരുന്നത് പ്രീമിയം സാനിറ്ററി ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഈ ബാത്റൂമിലേക്ക് ഡോറ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. AC എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത് വലിയൊരു ബെഡ്റൂം കാണാം. ഇതിനകത്തും AC എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കട്ടിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിൽ ഒരു സാധനം പോലും നിങ്ങൾ വാങ്ങിക്കണ്ട. ഇതിനകത്ത് എന്തൊക്കെ കാണുന്നോ അതെല്ലാം അങ്ങനെ ഉൾപ്പെടുകയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമുക്കിത് ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക്, അതായത് പിൻവശത്തുള്ള ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കും. ഈ ഭാഗവും നമുക്കിതുപോലെ കവേർഡാണ്. അതുകൊണ്ട് തന്നെ മഴയൊന്നും അകത്തേക്ക് വരത്തില്ല. ടെറക്കോട്ട ടൈൽസാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ ടെറസിലേക്ക് പോവാം. ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലേഔട്ട് വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ നമുക്ക് മുൻവശത്തെ വാതിൽ താക്കോൽ ഇപ്പം കയ്യിലില്ല കേട്ടോ. അത് അടുത്ത മാസത്തേക്ക് സ്ഥാനം എത്തുന്നുണ്ടാവും. അതുകൊണ്ടാണ് പിൻവശത്തൂടെ കയറി പോകുന്നത്. ഈ വീട് ശരിക്കും ചെയ്തത് അവർക്കൊരു ഓർഫനേജ് നടത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ പിള്ളേരെ കുട്ടികളെ താമസിപ്പിച്ചിട്ട് അവർക്ക് അവിടെ താമസിക്കണം. ആ രീതിയിലാണ് ശരിക്കും ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൂം വന്നിട്ട് നമുക്ക് വലിയൊരു ഡോർമെറ്ററി പോലെയൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ശരിക്കും ഇതിൻ്റെ മുൻവശത്തെ വാതിൽ ഇതാണ്. ഈ മുൻവശത്തെ വാതിൽ വഴി നമുക്ക് അകത്ത് കയറി വരാൻ സാധിക്കും. കയറി വരുമ്പം തന്നെ ഇതുപോലൊരു കോമൺ സ്പേസ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് വലിയൊരു കോമൺ ഏരിയ കാണാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഈ കാണുന്ന കട്ട്ലറി സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇവിടെ ഒരു വലിയൊരു സ്റ്റോർ റൂമുണ്ട്. നമ്മുടെ ഈ കിച്ചൺ വന്നിട്ട് പിന്നീട് റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ്. അതായത് ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് റീസെൻ്റ് ആയിട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നല്ലൊരു കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം പ്രീമിയം ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വരുന്നത് കാഫിൻ്റെ ഹോബും അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഇൻഡക്ഷൻ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി, അവനെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. ഫ്രിഡ്ജും വന്നിട്ട് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ കസ്റ്റം മെയ്ഡ് ഫ്രിഡ്ജാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ കാണാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അടുത്തും വലിയൊരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട്. ഫ്രിഡ്ജ്, അവൻ, എല്ലാ സൗകര്യങ്ങളും ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ലോക്ക്ഡൗൺ കേട്ടോ. നമ്മുടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് ഈ വീട്ടിന് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതുപോലെ വലിയ റൂമാണ്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും, കട്ടിലും അലമാരയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിൽ നമുക്ക് സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ക്ലോസറ്റ് വെച്ചിരിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ഒരു റൂമായിട്ട്, ടോയ്ലറ്റ് വന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ ഇൻടാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പുത്തൻ കണ്ടീഷനിലാണ് ഇരിപ്പുള്ളത്. ഇതിൽ ബാത്ത് ഏരിയ ഇവിടെയും ഒരു വാഷ് ബേസിന്. നമ്മുടെ ടോയ്ലറ്റ് വന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ വിദേശത്തായിരുന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് പലതും ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അടുത്തൊരു റൂം കാണാം.
ഇതിലും കബോർഡൊക്കെ വന്നിട്ട് നമുക്ക് റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ്. ഇതെല്ലാം വന്നിട്ട് ഡി ലൈഫ് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ നമ്മുടെ കിച്ചൺ ആയാലും ഈ കാണുന്ന കബോർഡ്സും എല്ലാം തന്നെ ഡി ലൈഫിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുത്തൻ കണ്ടീഷനിലിരിപ്പുണ്ട്. ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂംസിലൊക്കെ ഇതുപോലെ ഗീസർ സംഭവങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും ഈ വീടിൻ്റെ പിൻവശത്തെ ബാൽക്കണി എന്ന് പറയാം. അതായത് താഴത്തെ റൂമിൽ കണ്ടതുപോലെ താഴത്തെ നിലയിൽ കണ്ടതുപോലെ ഒരു ബെഡ്റൂം, കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് രണ്ടാമതൊരു ബെഡ്റൂം ഉണ്ട്. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട സെയിം ലേ ഔട്ടാണ് കേട്ടോ. ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടുത്തൊരു റൂമാണ്. ഇതുപോലൊരു കോമൺ സ്പേസ് ഉണ്ട്. ഈ റൂം വന്നിട്ട് ഒരു ഡോർമെട്രി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് താമസിച്ച് ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ളായിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. കാരണം ഇതെല്ലാം ഇതിനകത്ത് സിംഗിൾ കട്ടിലുകളും ഇഷ്ടം പോലെ സൗകര്യമാണ്. ഇവിടെ ആണെങ്കിൽ ബാത്റൂമും ടോയ്ലറ്റും 2 വീതം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2 അങ്ങനെ 2 ടോയ്ലറ്റ് 2 ബാത്റൂം അങ്ങനെയാണ് ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കോമൺ ഏരിയ. ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യാനായിട്ടുള്ള സൗകര്യം. ഇവിടെയും നമുക്ക് 2 ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹോസ്റ്റലായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. ലോ കോളേജ് തൊട്ടടുത്താണ്. ലോ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് 200 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ വാടകയ്ക്ക് കൊടുക്കണമെന്ന് താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ടെറസാണ്. ഇവിടെ ശരിക്കും ഒരു ഓപ്പണിലൊരു പാർട്ടി ഏരിയ കണക്ക് ഇതുപോലെ റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അവിടെയും നമുക്കതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വാഷ് ഏരിയയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ മുൻവശത്തുള്ള ടെറസ് എന്ന് പറയാൻ പറ്റില്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ഇത് കോമ്പൗണ്ട് ലോ കോളേജിൻ്റെ കോമ്പൗണ്ടാണ്. ലോ കോളേജിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ മെയിൻ ഗേറ്റിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരം വരും. ഈ തൊട്ടടുത്തായിട്ട് കാണുന്നത് ലേ ലൂമിയർ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തൂടെ ഈ കാണുന്ന വഴിയുണ്ടോ, ഈ ഫ്രണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടിക്കുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് അതും കൂടെ കാണിച്ചതിന് ശേഷം വില പറഞ്ഞു തരാം. നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോളേജ് തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ്, വികാസ് ഭവൻ തുടങ്ങിയ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും നമുക്കിവിടെ നിന്ന് തൊട്ട് അടുത്തൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് നിങ്ങളൊരു ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാം. 2 വീടും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. വില ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ വീടിൻ്റെ മുൻവശത്തുള്ള വിഷ്വലൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഈ വീടിൻ്റെ സൈഡ് പാർട്ട് വരുവാണ്. ഇവിടെയാണ് ഗ്യാസ് എല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ഈ വീടിൻ്റെ മുൻവശമായിട്ട് വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതിയുള്ള റോഡ് കാണാം. തൊട്ടടുത്തായിട്ട് മറ്റേ ലേ ലൂമിയർ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന കട്ട് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ മുൻവശം വരുന്നത് കേട്ടോ. ഇങ്ങനെ 2 വീടിനും നമുക്കിതുപോലെ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കും. നമുക്കിത് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ 19 സെൻറ്റ് സ്ഥലവും മൊത്തത്തിലായിട്ട് 2 വീടും കൂടെ ആയിട്ട് ഉദ്ദേശിക്കുന്ന വില 4.5 കോടി രൂപയാണ്. ഇനി അതല്ല നിങ്ങൾ 2ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പ്രൈസിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും. അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.